ബൗദ്ധിക പ്രശ്നങ്ങളുള്ള രോഗികളെ നമുക്ക് എങ്ങനെ പരിചരണം കൊടുക്കാം, പിന്തുണ കൊടുക്കാം? കാര്യങ്ങൾ ആവർത്തിച്ച് സമാധാനത്തോടെ വിശദീകരിക്കുക. ദിനചര്യയിൽ സ്ഥിരമായുള്ള രീതികളും സമയക്രമങ്ങളും പാലിക്കുക. ഓർമ്മക്കുറവുള്ളവർക്ക് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ നൽകുക. ചുറ്റുപാടുകൾ പരിചിതവും സുരക്ഷിതവുമാക്കി തീർക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ കുടുംബവും സമൂഹവുമായി ഒരു ബന്ധവും സൂക്ഷിക്കുക. രോഗിയുടെ കുടുംബത്തെ പരിചരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താനും ആരോഗ്യ പ്രവർത്തകർ ശ്രമിക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും കരുതലോടെ ഇരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് അണുബാധ തടയുന്നതും നിയന്ത്രിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് കൈകളുടെ ശുചിത്വമാണ്. രോഗിയെ സ്പർശിക്കുന്നതിന് മുമ്പും രോഗിയെ സ്പർശിച്ചതിന് ശേഷവും കൈ ഭംഗിയായി കഴുകേണ്ടതുണ്ട്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാം. ഒപ്പം സാനിറ്റൈസർ പോലുള്ള വസ്തുക്കളും കൈ കഴുകുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് വ്യക്തിഗത സംരക്ഷണത്തിനായിട്ടുള്ള ഉപകരണങ്ങളാണ്. അതിൽ മാസ്ക് ധരിക്കലും ഗ്ലൗസും ഏപ്രണും ഗോഗിൾസും മുതലായവ ധരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു വസ്തുതയാണ്. രോഗികളുടെ ശരീരദ്രവങ്ങളുമായോ അണുബാധ സാധ്യതയുള്ള വസ്തുക്കളുമായോ സമ്പർക്കമുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ നമ്മളെ സഹായിക്കും. വ്യക്തിഗത സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്തത് ശ്വാസകോശ സംബന്ധമായ പരിചരണമാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും കൃത്യമായും മൂടുക എന്നത് പ്രധാനമാണ്. ഉപയോഗിച്ച ടിഷ്യൂ ശരിയായി നശിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. സുരക്ഷിതമായ മാലിന്യ നിർമ്മാർജ്ജനം ഈ ആരോഗ്യ പ്രവർത്തനത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. അണുബാധ സാധ്യതയുള്ള മാലിന്യങ്ങൾ, അതായത് സൂചി, ബ്ലേഡ്, കട്ടിംഗ് വസ്തുക്കൾ ഇവ സുരക്ഷിതമായ കണ്ടെയ്നറുകളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നിയമങ്ങൾ എപ്പോഴും പാലിക്കേണ്ടതും അനിവാര്യമാണ്. ഇനി എങ്ങനെയാണ് ഉപകരണങ്ങളെ അണുനാശനം വരുത്തുന്നത് എന്നാണ്. രോഗികളെ സ്പർശിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ, അതായത് തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ ശരിയായി അണുനശീകരണം നടത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പരിസര ശുചിത്വമാണ്. ആശുപത്രിയിലെ മുറികളും ബെഡുകളും സ്ഥിരമായി ശുചീകരിക്കുകയും അണുനശീകരണം നടത്തുകയും വേണം. രോഗികളുടെ ഐസൊലേഷൻ ആരോഗ്യരംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. സാംക്രമിക രോഗമുള്ള രോഗികളെ വേർതിരിച്ച് മാത്രം പരിപാലിക്കുക. രോഗവ്യാപനം തടയാൻ പ്രത്യേക വാർഡും റൂമും ഒക്കെ അനുവദിക്കുക. ഇതിനൊക്കെ തന്നെ രോഗിയുടെ ആരോഗ്യ സംരക്ഷണത്തിനോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയും പ്രധാനമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ടെറ്റനസ് പോലുള്ള വാക്സിനുകൾ സ്വീകരിക്കുക. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നതും ഈ ആരോഗ്യ പരിപാലന രംഗത്തെ വ്യക്തി ശുചിത്വത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ കാണേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്. രോഗികളുമായിട്ടുള്ള ആശയവിനിമയം എപ്രകാരമായിരിക്കണം? ആരോഗ്യ സംരക്ഷണ രംഗത്ത് രോഗിയുമായി നല്ല ആശയവിനിമയം ഉണ്ടാകേണ്ടതുണ്ട്. ശരിയായ വാക്കുകളുടെയും വാക്കില്ലാതെ തന്നെ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ സൂചനകൾ കൊണ്ടോ ആശയവിനിമയം ഉറപ്പാക്കാം. രോഗിയുമായി വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനവുമാണ്. അതിൽ ആദ്യത്തേത് വാചിക ആശയവിനിമയം, അതായത് നമ്മൾ അവരുമായി വർത്തമാനം പറയുന്നു. ആ വർത്തമാനം എങ്ങനെയായിരിക്കണം? രോഗിയുടെ ഭാഷയും സംസ്കാരവും മാനിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക. ലളിതവും വ്യക്തവുമായ ഭാഷ മാത്രം ഉപയോഗിക്കുക. ശബ്ദത്തിൻ്റെ തീവ്രതയും സ്വരവും രോഗിയെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ മാത്രമേ ആകാവൂ. രോഗിയുടെ സംശയങ്ങൾ ക്ഷമയോടെ കേട്ട് വ്യക്തമായ മറുപടി നൽകാനും ആരോഗ്യ പ്രവർത്തകൻ ശ്രമിക്കേണ്ടതുണ്ട്. മെഡിക്കൽ വിവരങ്ങൾ രോഗി മനസ്സിലാക്കുന്ന രീതിയിൽ വിശദീകരിച്ച് നൽകാനും ആരോഗ്യ പ്രവർത്തകന് ഉത്തരവാദിത്വമുണ്ട്. ഇനി വാചികമല്ലാത്ത ആശയവിനിമയമുണ്ട്. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക. ആ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് രോഗിക്ക് ആരോഗ്യ പ്രവർത്തകനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകും. മറ്റൊന്ന് മുഖഭാവം, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാവം, ഒപ്പം സ്പർശം, നിശബ്ദത, ഇങ്ങനെ പല വിധത്തിൽ ആശയത്തെ കൈമാറ്റം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകന് കഴിയും. അത് രോഗിയിൽ ആരോഗ്യ പ്രവർത്തകനോടുള്ള ഇഷ്ടവും സ്നേഹവും കരുതലും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാനും കാരണമാക്കും.
അന്തർവ്യക്തി ബന്ധങ്ങൾ, രോഗിയുടെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. രോഗിയുമായി സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം കൂടി സ്ഥാപിക്കുക, രോഗിയുടെ സ്വകാര്യതയും മാന്യതയും സംരക്ഷിക്കുക, വിശ്വാസം വളർത്തുന്ന രീതിയിൽ മാത്രം പെരുമാറുക, കുടുംബാംഗങ്ങളെയും ഒപ്പം സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുക. ഇതൊക്കെ ഒരു ആരോഗ്യ പ്രവർത്തകൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളും കടമകളുമാകുന്നു. സജീവമായി കേൾക്കൽ, രോഗിയുടെ വാക്കുകൾ കേൾക്കുന്നത് മാത്രമല്ല ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രതികരിക്കുന്ന രീതിയിലാണ് സജീവ കേൾക്കൽ അഥവാ ആക്റ്റീവ് ലിസണിങ്. രോഗിയുടെ വാക്കുകളിൽ മുഴുവൻ ശ്രദ്ധ നൽകുക, ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ കേൾക്കുക, രോഗിയുടെ സംസാരത്തിന് ശ്രദ്ധ നൽകുക, അവിടുന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു പോലുള്ള പ്രതികരണങ്ങൾ നൽകുക, സംശയങ്ങളുണ്ടെങ്കിൽ വിനീതമായി ചോദിച്ച് വ്യക്തമാക്കുക, രോഗിയുടെ വാക്കുകൾ സ്വന്തം ഭാഷയിൽ തിരികെ ആവർത്തിച്ച് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഭാഗമാണ്. മറ്റൊരു കാര്യം വികാരങ്ങളെ അംഗീകരിക്കലാണ്. രോഗി പ്രകടിപ്പിക്കുന്ന വികാരങ്ങളെ നിരസിക്കാതെ അംഗീകരിക്കാനുള്ള മനസ്സ് ആരോഗ്യ പ്രവർത്തകന് ഉണ്ടാകണം. നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പിന്തുണ നൽകുക. രോഗിയുടെ ഭയം, ദുഃഖം, വേദന എന്നിവ അംഗീകരിക്കുക, കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ സമീപിക്കുക. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നൊരു ഉറപ്പ് നൽകുക. കരുണയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്ന വാക്കുകളും മുഖഭാവവും കാണിക്കുക. ഇതൊക്കെ രോഗിയുടെ വിശ്വാസത്തെ ഉയർത്തുന്നതിന് കാരണമാകും. അത് ആരോഗ്യ പ്രവർത്തകന് വലിയ മുതൽക്കൂട്ടുമാകുകയും ചെയ്യും. ആരോഗ്യ പ്രവർത്തകർ രോഗികളുമായും കുടുംബാംഗങ്ങളുമായും വിശ്വാസവും സൗഹൃദ ബന്ധവും വളർത്തുക. അതെങ്ങനെയാണ് അത്തരത്തിൽ സൗഹൃദവും വിശ്വാസവും വളർത്തുക എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. വിശ്വാസം വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സത്യസന്ധവും വ്യക്തവുമായ ആശയവിനിമയമാണ് ആരോഗ്യ പ്രവർത്തകൻ രോഗിയുടെ കുടുംബത്തോടും രോഗിയോടും നടത്തേണ്ടത്. രോഗിയുടെ സ്വകാര്യതയ്ക്കും മാന്യതയ്ക്കും എപ്പോഴും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. രോഗിയുടെ ആരോഗ്യാവസ്ഥയും ചികിത്സയും സംബന്ധിച്ച് വ്യക്തവും ശരിയുമായ വിവരങ്ങൾ നൽകുക. വാഗ്ദാനങ്ങൾ പാലിക്കുക. പറയുന്ന കാര്യങ്ങൾ ശരിയായി നടപ്പിലാക്കുക. രോഗിയുടെ സുരക്ഷയും ക്ഷേമവും മുൻഗണന നൽകുന്ന വിധത്തിലാകണം ഈ ആരോഗ്യ പ്രവർത്തകൻ മുന്നോട്ട് പോവേണ്ടത്. മറ്റൊന്ന് സൗഹൃദം സ്ഥാപിക്കലാണ്. രോഗിയെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യുക. കണ്ണിൽ നോക്കി സൗഹൃദപരമായ ശൈലിയിലുള്ള സംഭാഷണം നടത്തുക. രോഗിയുടെ വികാരങ്ങളും ആശങ്കകളും ക്ഷമയോടെ കേൾക്കുക. കരുണയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുക. രോഗിയുടെ കുടുംബാംഗങ്ങളെയും പരിചരണത്തിൽ സജീവമായി ഉൾപ്പെടുത്തുക. ചെറിയ കാര്യങ്ങളിലും രോഗിയുടെ സ്വാതന്ത്ര്യവും അഭിപ്രായവും മാനിക്കുക എന്നതും ആരോഗ്യ പ്രവർത്തകന്റെ ഉത്തരവാദിത്വമാണ്. സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പ്രാധാന്യം: വിശ്വാസവും സൗഹൃദവും വളർത്തിയാൽ രോഗി കൂടുതൽ ആശ്വാസവും ആത്മവിശ്വാസവുമുള്ള ആളായി മാറും. ചികിത്സയോട് രോഗി സഹകരിക്കും. കുടുംബാംഗങ്ങളെയും ആരോഗ്യ സംരക്ഷണ സംഘത്തോടൊപ്പം ക്രിയാത്മകമായി സഹകരിപ്പിക്കാനും നമുക്ക് കഴിയും. രോഗിയുടെ ആകുലത, ദുഃഖം, ബുദ്ധിമുട്ട് എന്നിവ എങ്ങനെയാണ് സംഭാഷണത്തിലൂടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ആകുലത എങ്ങനെ കൈകാര്യം ചെയ്യാം? രോഗിയെ ശ്രദ്ധയോടെ കേൾക്കുക. അവൻ്റെ ഭയങ്ങളും ആശങ്കകളും അംഗീകരിക്കുക. സമാധാനകരമായ ശബ്ദത്തിൽ സംസാരിക്കുക. രോഗിക്ക് ശ്വാസോപാധി അല്ലെങ്കിൽ വിശ്രമ മാർഗങ്ങൾ പഠിപ്പിക്കുക. വ്യക്തമായ ലളിതമായ വിവരങ്ങൾ നൽകി രോഗിയുടെ ആശങ്ക കുറയ്ക്കുക. വിശ്വാസം വളർത്തുന്ന സമീപനം സ്വീകരിക്കുക. ഇനി എങ്ങനെയാണ് ദുഃഖത്തെ കൈകാര്യം ചെയ്യേണ്ടത്? രോഗിയെയോ കുടുംബാംഗങ്ങളെയോ വിമർശിക്കാതെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുക. നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് പറയുന്ന ഇമോഷണൽ വാലിഡേഷൻ നൽകുക. കരുണയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുക. പിന്തുണയും ആശ്വാസവും നൽകാൻ സാന്നിധ്യം മാത്രമേ മതിയാകുകയുള്ളൂ എന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും അവർക്ക് വേണ്ട കൗൺസിലിങ്ങിനും നിർദ്ദേശിക്കുക. ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. രോഗിയോടോ കുടുംബത്തോടോ സംസാരിക്കുമ്പോൾ സത്യസന്ധവും കരുണാപൂർണവുമായി ഇരിക്കുക. വിവരങ്ങൾ നൽകുമ്പോൾ ലളിതവും വ്യക്തവുമായ ഭാഷ ഉപയോഗിക്കുക. കണ്ണിൽ നോക്കി സമാധാനത്തോടെ സംസാരിക്കുക. വികാരപൂർണമായ പ്രതികരണങ്ങൾ, അതായത് കോപം, കരച്ചിൽ, നിരാശ, ഇവ ക്ഷമയോടെ മാത്രമേ സ്വീകരിക്കാവൂ. രോഗിയോടും കുടുംബാംഗങ്ങളോടും തീരുമാനങ്ങൾ
എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കുക. സംഭാഷണം കഴിയുമ്പോൾ പിന്തുണയും കരുതലും ഉറപ്പുവരുത്തുക. ഇതൊക്കെ നല്ല ആരോഗ്യ പ്രവർത്തകൻ എപ്പോഴും കൈമുതലാക്കി കൊണ്ടുവരേണ്ടത് ആണ്.